എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയാലോ. ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന അനാമികയും അനിയും കൂടെ റെസ്റ്റോറന്റ് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അനാമിക അനിയോട് പറയണേ, എന്റെ മനസ്സ് നീ മാത്രമേ ഉള്ളൂ. ഇപ്പൊ നിനക്കറിയാലോ ഞാൻ എത്രമാത്രം നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ തന്നെ അനി പറഞ്ഞു, അനാമിക നിനക്കറിയാലോ എന്റെ അവസ്ഥ ഇപ്പോഴത്തെ അറിയാലോ. ഇത് കേട്ട് കഴിഞ്ഞപ്പോ അനാമിക പറഞ്ഞു, അതൊക്കെ അറിയാം, പക്ഷെ ഒരു കാര്യം നീ എനിക്ക് വാക്ക് തരണം. നിനക്ക് എന്നെ ഇഷ്ടമില്ലെങ്കിൽ അത് ഇപ്പൊ തുറന്നു പറയണം. പിന്നീട് ഇഷ്ടമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കില്ലെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അനി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ സംസാരം ഇവിടത്തോടു കൂടി ഇപ്പൊ അവസാനിപ്പിക്കാന്ന് പറയാണ്. ഇത് കേട്ട് എഴുന്നേക്കാൻ തുടങ്ങിയ അനാമിക ഒരു കാര്യം കൂടെ പറഞ്ഞു, അതെ, നിന്റെ അച്ഛൻ, നിന്റെ മുത്തശ്ശൻ, മൂർത്തി മുത്തശ്ശൻ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വാക്ക് മാറില്ലെന്നാ എല്ലാരും പറയണേ. എന്റെ അച്ഛനും അമ്മയ്ക്കും വാക്ക് കൊടുത്താ, അപ്പൊ ആ വാക്ക് ഞാൻ വിശ്വസിക്കുക. അതുകൊണ്ട് ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാലും ആർക്കും നിന്നെ ഞാൻ വിട്ടുകൊടുക്കാൻ പോകുന്നില്ലെന്ന് അനാമിക പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ എന്ത് മറുപടി പറയണമെന്ന് അറിയത്തില്ലാതെ അനി ഇരിക്കുക. പിന്നീട് കാണിക്കുന്ന ആദർശ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നയനെ അങ്ങോട്ട് കടന്നു വരുന്നേ. നയന വന്നിട്ട് പറഞ്ഞു, എനിക്കൊരു കാര്യം സംസാരിക്കാണ്ടായിരുന്നു. പറയാം, എന്താ സംസാരിക്കാനുള്ളത്? അല്ല, എനിക്ക് അനിയെക്കുറിച്ചാ. അവനെക്കുറിച്ച് ഇത്രമാത്രം എന്താ സംസാരിക്കാനുള്ളത്? അല്ല, അവന് ഈ കല്യാണത്തിനോട് അത്ര യോജിപ്പില്ല എന്ന് പറയണ. അവനിപ്പൊ ഈ വിവാഹം വേണ്ടെന്നാ പറയണേ. ആഹാ, അത് കൊള്ളാലോ. അല്ല, ഇതൊക്കെ നിന്നോടാരാ പറഞ്ഞേ? അവനെന്നോടൊന്ന് പറഞ്ഞ കാര്യമാ. ഇതൊക്കെ കേട്ടിട്ട് അവന്റെ മനസ്സിൽ ആരോ ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നേ. ആ, അങ്ങനെ എന്തേലും പറഞ്ഞു കഴിയുമ്പോൾ ഉടനെ നീ അവനെ സപ്പോർട്ട് ചെയ്യണോ വേണ്ടെന്ന് ചോദിക്കണം. ഞാൻ അവനെ സപ്പോർട്ട് ചെയ്തല്ല, ഞാൻ പറഞ്ഞ് തിരുത്താൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അവന്റെ മനസ്സിൽ വേറെ ആരോ ഉണ്ടെന്നാ എനിക്ക് തോന്നണേ. അല്ല, അതിനെക്കുറിച്ച് നിന്നോട് വല്ലതും പറഞ്ഞോ? എന്നോടൊന്നും പറഞ്ഞില്ല, പെൺകുട്ടി ആരോന്നൊന്നും പറഞ്ഞില്ല. പക്ഷെ അവൻ ആരോ ഇഷ്ടപ്പെടുന്നുണ്ട്. എനിക്ക് അവന്റെ മനസ്സിന്റെ വേദന മനസ്സിലാവുന്നുണ്ടെന്ന് പറയാം. കൊള്ളാം, നല്ല ഏട്ടത്തിയമ്മ തന്നെ. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അപ്പം നീ അവനെ പറഞ്ഞ് തിരുത്തുക ചെയ്യേണ്ടത്, അല്ലാതെ ഇതും പൊക്കി പിടിച്ചാൽ എൻ്റെ അടുത്തേക്ക് വരുമല്ല ചെയ്യേണ്ടത്. അറിയാലോ, അനാമികയുടെ വീട്ടുകാരൻ നല്ല വീട്ടുകാരാ. അവരുമായിട്ട് ഈ ബന്ധം നല്ലൊരു ബന്ധം തന്നെയാ. മുത്തശ്ശനാണ് വാക്ക് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിൽ നിന്ന് പിന്മാറാനൊന്നും പറ്റില്ല. അവരെന്തെങ്കിലും പൊട്ടബുദ്ധിത്തരം പറഞ്ഞു ഓർത്തോണ്ട് നീ അവനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയല്ല ചെയ്യേണ്ടേ എന്നും പറഞ്ഞ് നയനയെ കുറ്റപ്പെടുത്തുവാണ്. നയന പറഞ്ഞ്, ഞാൻ അവനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞല്ല. അവൻ പറഞ്ഞ കാര്യം ഞാൻ ഇവിടെ വന്ന് പറഞ്ഞതാ. ഇനിയിപ്പം നാളെ ഞാൻ അറിഞ്ഞില്ല എന്ന് പറയരുത്. കാരണം ഏറ്റവും കൂടുതൽ അവൻ സ്നേഹിക്കുന്ന ആദർശേട്ടനെയാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ ആദർശേട്ടനോട് വന്ന് അവന്റെ കാര്യങ്ങൾ പറഞ്ഞ് അവന്റെ മനസ്സിന്റെ വേദന നമ്മൾ മനസ്സിലാക്കണമല്ലോ എന്ന് പറയണം. നീ കൂടുതൽ വേദനയൊന്നും മനസ്സിലാക്കാൻ പോകണ്ട, കേട്ടല്ലോ. ഇനിയിപ്പം അവൻ ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണിനെയും കൂടെ അവൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിട്ട് അറിയാലോ, ഈ വീട്ടിൽ ഇനി പോരാടാനായിട്ട് ഒരടുത്തേയും കൂടെ രണ്ടുപേര് വന്നതിന്റെ കേടുതിരായിട്ട് ഈ വീട്ടിൽ തീർന്നിട്ടില്ല. ഇനിയിപ്പോ സ്വന്തം ഇഷ്ടപ്രകാരം അനി ഒരാളെയും കൂടെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് മതി തന്നെ അടുത്ത പ്രശ്നം. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ഇനി ഒരു സംസാരമോ വേണ്ടെന്ന് പറയണം. ഇത് കേട്ട് ഇപ്പൊ നയന പറഞ്ഞു, ഞാൻ വന്ന് പറഞ്ഞെന്നുള്ള അറിഞ്ഞ കാര്യം തെറ്റായിപ്പോയെങ്കിൽ എന്നോട് ക്ഷമിക്കണമെന്ന് പറയാം. ഇനി നീ ഇമാതിരി കാര്യങ്ങളും പറഞ്ഞിട്ട് എന്റെ അടുത്തേക്ക് വരണ്ട. പറഞ്ഞ കേട്ടല്ലോ, അല്ലെങ്കിൽ തന്നെ ഒരു സമാധാനം ഇല്ലാതിരിക്കും ഇവിടെ മനുഷ്യന്. നീയൊക്കെ എങ്ങനെ ഇങ്ങോട്ട് കയറി വന്നതെന്ന് അറിയാലോ. ഇനി അതുപോലെ തന്നെ ഒരുത്തിനെയും കൂടെ ഇങ്ങോട്ട് കൈ പിടിച്ച് കയറ്റാനായിരിക്കും നിന്റെയൊക്കെ ആഗ്രഹം. അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ല. എനിക്ക് കിട്ടാവുന്ന വെച്ചാൽ ഏറ്റവും നല്ലൊരു ബന്ധം ഇപ്പൊ അവന് വന്നിരിക്കുന്നത്. ഇനി അത് നീ ആയിട്ട് മുടക്കാൻ ശ്രമിക്കരുത്. ഇനി അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിലുള്ളവരെല്ലാവരും നിന്നെ കുറ്റപ്പെടുത്തുള്ളൂ. പറഞ്ഞു മനസ്സിലായല്ലോ എന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പം നയന പറഞ്ഞു, എന്നോട് ക്ഷമിക്കുക, ഞാൻ പറഞ്ഞ് തെറ്റായിപ്പോ ഇങ്ങനെ ക്ഷമിക്കാൻ പറഞ്ഞിട്ട് നയനെ അങ്ങോട്ട് എഴുന്നേറ്റ് അങ്ങോട്ട് പോവാണ്. പിന്നീട് കാണിക്കുന്ന നന്ദു ആകെപ്പാടെ സങ്കടപ്പെട്ടിരിക്കുക. നന്ദുവിന് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. മുറിയിലേക്ക് ചെന്നിട്ട് ഇങ്ങനെ വല്ലാതിരുന്ന് നിലവിളിച്ചോണ്ടിരിക്കുകയാണ്. അനിയോട് ഇഷ്ടം ആദ്യമേ തുറന്നു പറയായിരുന്നു. താനാണ് തുറന്നു പറയായിരുന്നു. പാവം അനി, അവന്റെ ഉള്ളിലും തന്നോട് ഇഷ്ടമാണെന്ന് തോന്നി. അതാണല്ലോ ഇന്ന് കണ്ടപ്പോ തന്നെ പറഞ്ഞേ, എനിക്ക് നിന്നോട് അർജന്റായിട്ട് കാര്യം പറയാനുണ്ട്. എന്റെ പ്രശ്നത്തിന് പരിഹാരം നിനക്കോ കാണാൻ സാധിക്കുള്ളൂ എന്നൊക്കെ. എന്നിട്ട് പോലും താൻ ഒന്നും മിണ്ടാതെ ദേഷ്യപ്പെട്ട് ഇങ്ങോട്ട് വരിക ചെയ്തേ. തുറന്നു പറയായിരുന്നു. അനാമികയായിട്ടുള്ളത് ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ തുറന്നു പറയായിരുന്നു. ഇനിയിപ്പൊ അതൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല. ഇനിയിപ്പം എന്തൊക്കെ മനസ്സിൽ ചിന്തിച്ചെന്ന് പറഞ്ഞാലും അനിയുടെ കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ താൻ അനിയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കണത് തന്നെ പാപമാ. അതൊരിക്കലും അങ്ങനെ ചിന്തിച്ചുകൂടാ. തന്റെ രണ്ട് ചേച്ചിമാരവിടെയുണ്ട്. അല്ലെങ്കിലും ഒരിക്കലും ഈ വിവാഹം നടക്കാൻ പോകുന്നില്ല. തന്റെ മനസ്സിൽ അങ്ങനെ ആഗ്രഹം ഉണ്ടേ പോലും, എനിക്ക് തന്നോട് ഇഷ്ടമുണ്ടേ പോലും ഈ വിവാഹം നടക്കില്ല. കാരണം രണ്ട് ചേച്ചിമാരവിടെ ഉണ്ട്. ഇനിയിപ്പോ താനും കൂടെ അങ്ങോട്ട് ചെല്ലുവാന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി അനന്തപുരിയിൽ ഒരു പൊട്ടിത്തെറി തന്നെ ഉണ്ടാവും. അതൊരിക്കലും വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് നന്ദു എന്ത് ചെയ്യാണ്, അങ്ങോട്ട് മാറിപ്പോയി ആ കബോർഡിനകത്തുനിന്ന് ഒരു ഫോട്ടോ ഇങ്ങ് എടുക്കുവാണ്. ആ ഫോട്ടോയുടെ പുറയിൽ ഐ ലവ് യു എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് അനിയുടെ ഫോട്ടോ ആയിരുന്നു. ആ ഫോട്ടോയെ നോക്കി കുറെ സമയം നന്ദു നെഞ്ചോട് ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ച് കരയുവാണ്. നന്ദുവിന് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അനിയുമായിട്ടുള്ള കുറച്ച് നല്ല നിമിഷങ്ങൾ അതൊക്കെ നന്ദുവിന്റെ മനസ്സിൽ കൂടെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് നന്ദൂട്ട എന്നുള്ള വിളി കേട്ടത്. കനകയായിരുന്നു. കനക നന്ദുവിനെ അന്വേഷിച്ചു വരുന്നായിരുന്നു.
അങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും നന്ദു പെട്ടെന്ന് എന്ത് ചെയ്യുവാണ്, അത് ആ തലയണയുടെ അടിയിലേക്ക് കൊണ്ട് ഒളിപ്പിച്ചു വെക്കുവാണ്. പെട്ടെന്ന് കനക കൊണ്ട് വന്നിട്ട് ചോദിച്ചു, അല്ല നീ ഇതിവിടെ എന്തെടുക്കോ നന്ദൂട്ടാ, എപ്പം നോക്കിയാലും നീ മുറിക്കകത്ത് തന്നെയാണല്ലോ എന്ന് ചോദിക്കുകയാണ്. എന്താമ്മേ നീ എന്താ ഫുഡൊന്നും കഴിക്കാൻ വരാത്തെ, നീ പഴയ പോലെ ഒന്നും അല്ലല്ലോ. നേരത്തെയാണ് ഫുഡൊന്നും കണ്ടിട്ടുണ്ടെങ്കിൽ കേട്ടിട്ടുണ്ടെങ്കിൽ ഓടി വന്ന് കൈയിട്ട് വാരി തിന്ന് നീയാ, ഇപ്പൊ അതും ഇല്ല ഒന്നുമില്ല, നേരാമണ്ണം ഫുഡ് കഴിക്കുന്ന പോലില്ല, നിനക്ക് എന്ത് പറ്റി നന്ദൂട്ടാന്ന് ചോദിക്കുകയാണ്. എനിക്കൊന്നും പറ്റിയില്ലമ്മേ, ഞാൻ പഴയ പോലെ ഒന്നും അല്ലല്ലോ, ഇപ്പൊ എക്സസൈസ് ഒന്നും ചെയ്യുന്നില്ല, അതുകൊണ്ടായിരിക്കും എന്ന് പറയണം. അതൊന്നും അല്ല, നിനക്ക് കാര്യമായിട്ട് എന്തോ ഒരു കുഴപ്പമുണ്ട്, എനിക്കത് മനസ്സിലാവുന്നുണ്ട്, എന്താണെങ്കിലും ഈ അമ്മയോട് തുറന്നു പറ. ഒന്നുമില്ലമ്മേ, ഇനിയിപ്പൊ നിന്റെ മനസ്സ് വേറെ ആയാലും കടന്നു കൂടിയിട്ടുണ്ടോ, അങ്ങനെ എന്തേലും ഉണ്ടെങ്കിൽ അമ്മയോട് തുറന്നു പറഞ്ഞേരാ കേട്ടോ. എന്താര് കടന്നുകൂടിയാലും കുഴപ്പമില്ല, നമ്മുടെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്നവരും മതി, നമ്മളെക്കാളും ഉയർന്നവരും വേണ്ട താന്നവരും വേണ്ട. പറഞ്ഞു കേട്ടല്ലോ, നിന്റെ 2 ചേച്ചിമാരുടെ അവസ്ഥ അറിയാലോ. പണ്ടൊക്കെ ആണെങ്കിൽ എനിക്ക് ഏറ്റവും വലിയ കുടുംബത്തിലേക്ക് മക്കളെ കെട്ടിച്ചു വിടണമെന്നായിരുന്നു ആഗ്രഹം. ഇപ്പൊ എനിക്ക് അങ്ങനെയുള്ള ഒരാഗ്രഹങ്ങളും ഇല്ല, നമ്മുടെ നിലയ്ക്കും വിലയ്ക്കും ഒത്ത ഒരാൾ മതി, അല്ലെങ്കിൽ നിന്റെ ചേച്ചിമാർക്ക് പറ്റിയ അവസ്ഥയായിരിക്കും നിനക്കും പറ്റുന്നത്. അതുകൊണ്ട് അങ്ങനത്തെ ഒന്നും ബന്ധത്തിലൊന്നും പോയി ചാടല് നന്ദൂട്ടാ, പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ. ഈ അമ്മയുടെ വേദന, ഈ അമ്മ അച്ഛനെ എത്രമാത്രം വിഷമിക്കുന്നുണ്ടെന്ന് അറിയാവോ, അതുകൊണ്ടാണ് നിന്നോട് ഞാൻ ഇങ്ങനെയൊക്കെ പറയണേ. ഇത് കേട്ടപ്പം നന്ദു, നീ അങ്ങനെയൊന്നും ഇല്ലമ്മേന്ന് പറയണേ, എനിക്ക് നിന്നെ വിശ്വാസമുണ്ട്, പിന്നെ എന്തേലും നിന്റെ മനസ്സിലുണ്ടെങ്കിൽ നീ തുറന്നു പറയൂന്ന് അറിയാം. അതെ, നീ ഇങ്ങനെ ഇവിടെ ഇരിക്കല്ലേ, ഇത്രയും നാളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ പുറത്തു പോകുമ്പോൾ എനിക്ക് പേടിയായിരുന്നു, പക്ഷെ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, നീ പുറത്തു വെക്കോ, നീ പോയി നിന്റെ ഫ്രണ്ട്സുമായിട്ട് ഇച്ചേരം ജോലി അടിച്ചിട്ട് വാ, അന്നെങ്കിലെങ്കിലും നിന്റെ മനസ്സൊന്ന് തണുക്കട്ടെ, നിന്നെ ഇങ്ങനെ കണ്ടു കഴിയുമ്പോൾ എനിക്ക് എന്തോ വല്ലാത്ത വിഷമം വരുന്നു നന്ദൂട്ടാ, നീ പൊക്കോ, ഈ അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നന്ദുവിനെ അങ്ങോട്ട് പറഞ്ഞു വിടുവാണ്. നന്ദു പോയി കഴിഞ്ഞ ഉടനെ, ഈ മുറിയൊക്കെ ഇത് എങ്ങനെയാ കിടക്കുന്നേ, കുറച്ച് ദിവസമായിരുന്നു നീ ബെഡ്ഷീറ്റൊക്കെ കഴുകിയിട്ട് എന്നും പറഞ്ഞുകൊണ്ട് ബെഡ്ഷീറ്റൊക്കെ വലിച്ചെടുക്കുവാണ്. തലവണ കവർ കൊടുക്കാനായിട്ട് തലവണ അങ്ങോട്ട് എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ അടിയിൽ ഒരു ഫോട്ടോ ഇരിക്കുന്നുണ്ട്, ഐ ലവ് യു എന്ന് എഴുതി വെച്ചേക്കുന്നുണ്ട് ഫോട്ടോയുടെ മറവിൽ. ആഹാ, നന്ദൂട്ടനായത് ആരെയായി പ്രണയിക്കുന്നത്, നന്ദൂട്ടനും പ്രണയമുണ്ടോ, കൊള്ളാലോ എന്ന് ഓർത്തോണ്ട് അതെടുത്ത് ആ ഫോട്ടോ എടുത്ത് അങ്ങോട്ട് തിരിച്ചു അനിയുടെ പടം കണ്ടു. ഒരു നിമിഷത്തേക്ക് ഞെട്ടിത്തെരിച്ചു പോയി കനക ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല. എന്റെ ഭഗവാനെ, ഞാൻ എന്തായി കാണുന്നേ, ഇവരെയാണോ പ്രണയിച്ചുകൊണ്ടിരുന്നേ, ഇനി എന്ത് ചെയ്യും എന്നോർത്തോണ്ട് കനക അവിടെ നിന്ന് വാവിട്ട് നിലവിളിക്കുവാണ്. കനകയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, തല കറങ്ങുന്ന പോലെ തോന്നി ആ ഫോട്ടോ കണ്ടു കഴിഞ്ഞപ്പം. ഈ സമയം ജലജയാണെങ്കിൽ തല പോഞ്ഞിരിക്കുമായിരുന്നു. അച്ഛനാണ് ആ ബിൽപത്രം എഴുതി, അത് ആദർശ് വലിച്ചു കീറി കളയുകയും ചെയ്തു. തങ്ങൾക്ക് എന്താണ് പോലും അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്, എല്ലാ മക്കൾക്കും ഒരേപോലെയാണോ അച്ഛൻ വീതം വെച്ചിരിക്കുന്നത്, അതെന്താ അറിയാൻ എന്താ ഒരു വഴി. ഒരു പക്ഷേങ്കിൽ ആ വേസ്റ്റ് പാത്രത്തിൽ പോയി നോക്കി അറിയായിരിക്കും, അത് വലിച്ചു കീറി ഇട്ടേക്കുന്ന പോയി എടുത്തു നോക്കാം എന്നോർത്തോളം ചെന്ന് കഴിയുമ്പോഴത്തേനും മീനാക്ഷി ചേച്ചി എന്ത് ചെയ്യുവാണ്, ആ വേസ്റ്റ് പാത്രത്തിനകത്തുള്ള വേസ്റ്റ് എല്ലാം കൂടെ പുറത്ത് വെച്ചിരിക്കുന്ന വലിയ ടിന്നിനകത്തേക്ക് കൊണ്ട് ഇടുവാണ്. വലിയ വേസ്റ്റ് ഡപ്പയ്ക്കകത്തേക്ക് കൊണ്ടിട്ടിട്ടും കൂടെ പോയി. ഈ സമയം ജലജ മാറി നിന്നു. പിന്നീട് മീനാക്ഷി ചേച്ചി പോയി കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് ചെല്ലുവാണ്. നോക്കിയപ്പോൾ അതിനകത്ത് കൈയിടാൻ പറ്റുന്നില്ല, കാരണം ഈച്ചയെല്ലാം പൊങ്ങുന്നുണ്ട്, അതിനകത്തുനിന്ന് വേണം ഇത് എടുക്കാനായിട്ട്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും, അങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്താണ് അങ്ങോട്ട് ആക്രിയൊക്കെ പിറക്കുന്ന ഒരു പുള്ളിക്കാരൻ അങ്ങോട്ട് വരുന്നത്. ഓഹോ, അപ്പൊ നിങ്ങളാണ് ഇതിനകത്തുനിന്ന് 2 ദിവസമായിട്ട് ഈ പേപ്പറും വേസ്റ്റും എല്ലാം മാറ്റിക്കൊണ്ടിരിക്കുന്നല്ലേന്ന് ചോദിക്കുകയാണ്. ഞാനും എന്തിന്, ഞാൻ നിങ്ങളെ നോക്കി നടക്കുമായിരുന്നു, ഞങ്ങളുടെ കഞ്ഞികൂടി മുട്ടിക്കല്ല എൻ്റെ പെങ്ങളെ, കണ്ടിട്ടുണ്ടെങ്കിൽ നല്ല തറവാട്ടി പറഞ്ഞാന്ന് തോന്നുമല്ലോ, എന്നിട്ടാണ് ഇതിനകത്ത് വന്ന് കൈയിട്ട് വരാൻ നോക്കണേന്ന് ചോദിക്കണം. പിന്നെ ഞാൻ കൈയിട്ട് വരാൻ വന്നൊന്നുമല്ല, പിന്നെയോ ഇപ്പൊ ഞാൻ കണ്ടതാണല്ലോ നിങ്ങൾ ഇതിനകത്ത് കൈയിടാൻ ശ്രമിക്കുന്നത്. ഞാനേ ഒരു ഡോക്യുമെന്റ് എടുക്കാൻ വന്നതെന്ന് പറയാം. ഡോക്യുമെന്റ് അത് ഈ വേസ്റ്റ് ബിന്നകത്ത്. കൊള്ളാം, നല്ല തമാശ. അതെ, എന്നോട് നിങ്ങളുടെ അടവൊന്നും വേണ്ടെന്ന് പറയണം. ഞങ്ങൾ അത്യാവശ്യം ഇതിനകത്ത് പേപ്പറും കുപ്പിയൊക്കെ പെറുക്കിയാണ് ജീവിക്കുന്നത്, ഞങ്ങളുടെ കഞ്ഞൂടി മുട്ടിക്കല് പെങ്ങളെന്ന് പറയണം. എനിക്ക് നിങ്ങളുടെ ഒരു പേപ്പറും ഇതൊന്നും വേണ്ട, അതെ ഞാൻ അതിനു വേണ്ടി വന്നതല്ലെന്ന് പറയണം. ഞാൻ എടുക്കേണ്ട സാധനം എടുത്ത് ഞാൻ അങ്ങോട്ട് പൊക്കോളാന്ന് പറയണം. അതെ പെങ്ങളെ, ഇന്ന് ഒറ്റ ദിവസം നിങ്ങൾ എടുത്തു, നാളെ തൊട്ട് ഈ പരിപാടി കാണിക്കില്ലെന്ന് പറയണം. ജലജിക്ക് ഇതിടപ്പോൾ ദേഷ്യം വന്നു. എന്തൊക്കെ കേൾക്കണം, ഇയാളുടെ വായിരിക്കുന്ന ആക്രിക്കാരൻ്റെ വായിരിക്കുന്ന കൂടെ കേൾക്കേണ്ട വന്നു എന്നും പറഞ്ഞ് ജലജ അതിനകത്ത് മൂക്കും പൊത്തിപ്പിടിച്ചോണ്ടാ കൈയിടുന്നത്. അങ്ങനെ തപ്പി എടുക്കുകയാണ്, അതിനകത്തുള്ള പേപ്പർ മുഴുവൻ എടുക്കണം. പേപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡോക്യുമെന്റ്സ് ആദർശ് വലിച്ചു കയറി കളഞ്ഞ് ആ പേപ്പർ മുഴുവൻ എടുക്കുകയാണ്. അങ്ങനെ അതെടുത്തുകൊണ്ട് നേരെ പമ്മി അകത്തേക്ക് പോവാണ്. ഈ സമയത്ത് അബി ഹാളിലിരിപ്പുണ്ടായിരുന്നു. അബി കണ്ടു, അമ്മ എന്താ സാരിക്കകത്ത് പൊതിഞ്ഞ് പമ്മി അങ്ങോട്ട് അകത്തേക്ക് കയറി പോകുന്നുണ്ടല്ലോ, എന്തോ ഒരു പന്തികേടുണ്ടല്ലോ. അങ്ങനെ അബിയും പുറകെ പോവാണ്. ജലജ അങ്ങനെ അകത്തേക്ക് കയറിയിട്ട് കട്ടിലേക്ക് കൊണ്ടുവന്ന പേപ്പറെല്ലാം കൂടെ നിരത്തി വെച്ചു. എല്ലാ പേപ്പറും കിട്ടിയിട്ടുണ്ട്, ഒന്നും മിസ്സായിട്ടില്ല. ഈ സമയത്താണ് അബി കയറി വരുന്നത്. അബി വന്നിട്ട് ചോദിച്ചു, അമ്മ ഇതെന്താ കാണിക്കണേന്ന് ചോദിക്കണം. കണ്ണ് കാണത്തില്ലേന്ന് ചോദിക്കണം നിനക്ക്. ഇതെന്താ അമ്മേ? എടാ ഇത് ആദർശ് വലിച്ചു കീറിക്കാന്ന് ഡോക്യുമെന്റ്സാ. അല്ല അമ്മ ഇപ്പൊ ഇതെന്തിനാ ഇതാ എടുത്തോണ്ടോന്നെ? എടാ ഇതാ പറഞ്ഞ് നിനക്ക് ബുദ്ധി ഇല്ലാന്ന് പറഞ്ഞേ. എടാ ഇത് കിട്ടിയിട്ടില്ലേ കാര്യമുള്ളൂ, നമുക്ക് എന്താ എഴുതി വെച്ചേക്കെന്ന് അറിയണ്ടേന്ന് ചോദിക്കണം. ഇപ്പം മനസ്സിലായി,
അപ്പൊ നിന്നെ എങ്ങനെ ഞാനിത് ഏർപ്പാടാക്കിയെങ്കിൽ നീ ആ വേസ്റ്റ് ബിന്നിന് അടുത്ത് ചെയ്തിട്ട് തിരിച്ചു വന്നേനം മണമാന്നും പറഞ്ഞോണ്ട്. എനിക്ക് അങ്ങനെ വരാൻ പറ്റില്ലല്ലോ, എന്താ കാര്യങ്ങളൊന്നും അറിയണ്ടെന്ന് ചോദിക്കുകയാണ്. പിന്നീട് എല്ലാം വെച്ചിട്ട് ജലജ വായിക്കുകയാണ്. മുത്തശ്ശൻ എഴുതിയ വിൽപ്പത്രമായിരുന്നു നേരത്തെ. അപ്പൊ വിൽപ്പത്രത്തിൽ എഴുതിയിരുന്നേ, എന്റെ കാലശേഷം വരെ എല്ലാ മക്കളും ഒരുമിച്ച് താമസിക്കണം, ആരും പിരിഞ്ഞു പോകാൻ പാടില്ല. പിന്നെ എന്റെ കാലശേഷം സ്വത്തുക്കളൊക്കെ വീതം വെക്കണമെന്ന് തോന്നുവാണെങ്കിൽ ആദർശിനും നയനിക്കും ജയനും ദേവയാനിക്കും ആയിരിക്കും അതിന്റെ ഉത്തരവാദിത്തം. അവര് പറയുന്ന പോലെ ആയിരിക്കും വീതം വെപ്പ് നടക്കുള്ളൂ. അവർക്ക് ഇഷ്ടമുള്ള എല്ലാവർക്കും കൊടുക്കാം. കാരണം അവരായിരിക്കും മുത്തശ്ശന്റെ കാലശേഷം ഇനിയിപ്പം അടുത്ത സ്വത്ത് ആർക്കൊക്കെ എന്തൊക്കെ കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് മുത്തശ്ശൻ എഴുതി വെച്ചിരുന്നത്. ഇത് വായിച്ചു കേട്ടതും ജല ചാടി എഴുന്നേക്കണം. എന്നിട്ട് ആ കയ്യിലെ പേപ്പറിൽ അങ്ങ് ചുരുട്ടിക്കൂട്ടി എറിയുക. വെറുതെ ആയിപ്പോ ഇത് എടുത്തോണ്ട് വന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ അഭി പറഞ്ഞു, അത് കിട്ടിയതുകൊണ്ട് ഗുണമായില്ലേ, കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പം പറഞ്ഞു, ഇത്രയും കാലം നമ്മൾ ഇവിടെ കിടന്ന് വെറുതെയായി. എനിക്കൊരു മകളെന്നൊരു സ്ഥാനം പോലും നിന്റെ മുത്തശ്ശൻ തന്നിട്ടില്ലടാ മോനേന്ന് പറയാണ്. ഇത് കേട്ടപ്പോ അഭി പറഞ്ഞു, അല്ല അമ്മയോട് ഇത്ര ദേഷ്യം തോന്നാൻ എന്താ കാരണം എന്ന് ചോദിക്കുകയാണ്. അതിപ്പോ നീ അറിഞ്ഞിട്ട് ഇപ്പൊ നിനക്ക് എന്ത് കിട്ടാനാന്ന് ചോദിക്കുകയാണ്. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. ഇപ്പൊ ഒന്നുമില്ലാത്ത അനിയെ പോലും അവന്റെ കല്യാണം പോലും നടക്കാൻ പോണം. അവരും ആണെങ്കിലോ നല്ലൊരു വീട്ടിൽ നിന്ന് തന്നെ കിട്ടുന്നത്. ലക്ഷങ്ങൾ മേടിച്ച് കെട്ടാൻ പറ്റുന്ന നിനക്കോ, നീ കെട്ടിക്കൊണ്ട് വന്ന ഒന്നുമില്ലാത്തൊരു ദാരിദ്ര്യം പിടിച്ചൊരു വീട്ടിൽ നിന്ന്. പറഞ്ഞിട്ട് കാര്യമില്ല, നിന്നെ പറഞ്ഞാൽ നിനക്ക് അതിനുള്ള കഴിവില്ല. അതൊക്കെ ആദർശനെ കണ്ടുപിടിക്കുക. അവന് നിന്റെ മുത്തശ്ശനെ കയ്യിലെടുത്തിട്ട് കണ്ടോ ഈ ജൂലറിയുടെ MD സ്ഥാനം തന്നെ കൈക്കലാക്കി. നീ വെറും ഒരു സ്റ്റാഫായിട്ട് മാത്രം ഇരിക്കുക. അല്ലെങ്കിൽ നിന്നെ എന്തിനു കൊള്ളാം? നിനക്ക് നിന്റെ ഭാര്യയുടെ സാരത്തുമ്പെ പിടിച്ചടക്കാനല്ല എന്തിനേലും കൊള്ളാവടാന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടൻ ദേഷ്യപ്പെട്ട് അഭി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കണ്ടത്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.